എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരള PSC പരീക്ഷകളിൽ കേരള ചരിത്രത്തിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് കൊച്ചി രാജ്യത്തിന്റെ ചരിത്രം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തിന്റെ ശില്പി, തൃശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ്, ആധുനിക കൊച്ചിയുടെ സുവർണ കാലഘട്ടം തുടങ്ങി LDC LGS മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വരെ ചോദിക്കാൻ സാധ്യതയുള്ള 50 സുപ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിവൈസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കണ്ട് നോട്ട് ചെയ്തു വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേരെന്ത്? രാമവർമ്മ തമ്പുരാൻ, രാമവർമ്മ 9ാമൻ. 2. ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം ഏതാണ്? 1790 മുതൽ 1805 വരെ. 3. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ശക്തൻ തമ്പുരാൻ. 4. തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ് ആര്? ശക്തൻ തമ്പുരാൻ. 5. തൃശൂർ പൂരം ആരംഭിച്ച വർഷം ഏത്? 1797, കൊല്ലവർഷം 972. 6. ശക്തൻ തമ്പുരാൻ കൊച്ചി രാജവംശത്തിന്റെ ഏത് ശാഖയിൽപ്പെട്ട ആളാണ്? മാടമ്പിള്ളക്കര, മാടഭൂപതി. 7. ശക്തൻ തമ്പുരാന്റെ മാതാവ് ആര്? അംബിക തമ്പുരാട്ടി. 8. ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ ഭരണതലസ്ഥാനം കൊച്ചിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയ വർഷം? 1790. 9. വടക്കുന്നാഥ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനം വെട്ടിത്തെളിച്ച് നഗരമാക്കി മാറ്റിയതാര്? ശക്തൻ തമ്പുരാൻ. 10. കൊച്ചി രാജ്യത്തെ സാമ്പത്തിക വികസനത്തിനായി ക്രിസ്ത്യൻ കച്ചവടക്കാരെ തൃശൂരിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ച ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. 11. ശക്തൻ തമ്പുരാന്റെ കാലത്ത് കൊച്ചിയിൽ നാണയങ്ങൾ അച്ചടിച്ചിരുന്ന കേന്ദ്രം എവിടെയായിരുന്നു? തൃശൂർ. 12. ശക്തൻ തമ്പുരാന്റെ കാലത്ത് പുറത്തിറക്കിയ കൊച്ചിയിലെ നാണയമേതാണ്? പുത്തൻ, പുതിയ പുത്തൻ. 13. നമ്പൂതിരിമാരുടെയും മാടമ്പിമാരുടെയും അധികാരം അവസാനിപ്പിച്ച് യഥാർത്ഥ രാജാധികാരം സ്ഥാപിച്ച കൊച്ചി ഭരണാധികാരി? ശക്തൻ തമ്പുരാൻ. 14. ശക്തൻ തമ്പുരാൻ പണികഴിപ്പിച്ച പ്രസിദ്ധമായ കൊട്ടാരം ഏതാണ്? ശക്തൻ തമ്പുരാൻ കൊട്ടാരം, വടക്കേക്കര കൊട്ടാരം, തൃശൂർ. 15. ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഏത് വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഡച്ച്, കേരള വാസ്തുവിദ്യാ ശൈലി. 16. ശക്തൻ തമ്പുരാൻ ജനിച്ച വർഷം ഏത്? 1751. 17. ശക്തൻ തമ്പുരാന്റെ കാലത്ത് കൊച്ചി ദിവാൻ ദളവ ആയിരുന്ന പ്രമുഖ വ്യക്തി ആര്? കുഞ്ചുകുട്ടിപ്പിള്ള. 18. ശക്തൻ തമ്പുരാൻ ആരുടെ സമകാലികനായിരുന്നു? ധർമ്മരാജ, തിരുവിതാംകൂർ, ടിപ്പു സുൽത്താൻ. 19. കൊച്ചിയിൽ റോഡുകൾ നിർമ്മിച്ച് വ്യാപാരപാതകൾ വികസിപ്പിച്ച ആദ്യ ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. 20. ശക്തൻ തമ്പുരാൻ ഭരണമേറ്റപ്പോൾ കൊച്ചി ആരുടെ സാമന്തരാജ്യമായിരുന്നു? മൈസൂർ, ടിപ്പു സുൽത്താന്റെ ആക്രമണ ഭീഷണിയുണ്ടായിരുന്നു. 21. ശക്തൻ തമ്പുരാൻ ബ്രിട്ടീഷുകാരുമായി സബ്സിഡിയറി അലയൻസ് സൈന്യസഹായ വ്യവസ്ഥ ഒപ്പുവെച്ച വർഷം ഏത്? 1791. 22. കൊച്ചി രാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച ഭരണാധികാരി? ശക്തൻ തമ്പുരാൻ. 23. ശക്തൻ തമ്പുരാൻ കുറ്റവാളികൾക്ക് നൽകിയിരുന്ന കഠിനമായ ശിക്ഷകൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? കർക്കശമായ നീതിനിർവഹണം, തലവെട്ടൽ, കൈകാലുകൾ ഛേദിക്കൽ തുടങ്ങിയവ. 24. തൃശൂർ നഗരത്തിലെ ദിവാഞ്ചി മൂല ആരുടെ സ്മരണാർത്ഥമാണ് അറിയപ്പെടുന്നത്? ശങ്കരവാര്യർ. ശക്തൻ തമ്പുരാനു ശേഷമുള്ള കാലഘട്ടം. 25. കൊച്ചിയിലെ നികുതി സമ്പ്രദായം ക്രമവൽക്കരിച്ച് പുതിയ വരുമാനമാർഗങ്ങൾ കണ്ടെത്തിയ രാജാവ്? ശക്തൻ തമ്പുരാൻ. 26. ശക്തൻ തമ്പുരാൻ ഏത് ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണം പിടിച്ചെടുത്തു? വടക്കുന്നാഥ ക്ഷേത്രം, തിരുവില്വാമല ക്ഷേത്രം, പെരുവനം ക്ഷേത്രം. 27. യോഗ്യാതിരിപ്പാടുമാരുടെ നമ്പൂതിരിസഭ അധികാരം ഇല്ലാതാക്കിയ കൊച്ചി രാജാവ് ആര്? ശക്തൻ തമ്പുരാൻ. 28. ശക്തൻ തമ്പുരാന്റെ ഭരണകേന്ദ്രമായിരുന്ന തൃശൂരിലെ പാലസ് ഇപ്പോൾ എന്തായാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ആർക്കിയോളജിക്കൽ മ്യൂസിയം, പുരാവസ്തു മ്യൂസിയം. 29. തൃശൂർ പൂരത്തിനു മുൻപ് മധ്യകേരളത്തിൽ നടന്നിരുന്ന ഏറ്റവും വലിയ ഉത്സവം ഏതായിരുന്നു? ആറാട്ടുപുഴ പൂരം. 30. ആറാട്ടുപുഴ പൂരത്തിന് കൊച്ചിയിലെ ക്ഷേത്രങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചപ്പോഴാണ് ഏത് ഉത്സവം ആരംഭിച്ചത്? തൃശൂർ പൂരം. 31. തൃശൂർ പൂരത്തിലെ 2 പ്രധാന പങ്കാളികളായ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? പാറമേക്കാവ്, തിരുവമ്പാടി. 32. ശക്തൻ തമ്പുരാൻ ഏത് രോഗബാധയെ തുടർന്നാണ് അന്തരിച്ചത്? അർബുദം, കഠിനമായ രോഗാവസ്ഥ. 33. ശക്തൻ തമ്പുരാൻ അന്തരിച്ച വർഷമേത്? 1805. 34. ശക്തൻ തമ്പുരാന്റെ സ്മാരകം സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരവളപ്പിൽ. 35. ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ കിരീടധാരണം നടന്ന വർഷമേത്? 1790.
36 കൊച്ചിയിൽ തദ്ദേശീയ ചന്തകൾ, മാർക്കറ്റ്സ് നിർമ്മിച്ച് വ്യാപാരം പ്രോത്സാഹിപ്പിച്ച രാജാവ്. ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. 37 കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അടിച്ചമർത്തിയതുകൊണ്ട്. 38 ശക്തൻ തമ്പുരാന്റെ പിതാവ് ആരായിരുന്നു? ചേന്നമംഗലം, ചേലക്കര നമ്പൂതിരി. 39 ശക്തൻ തമ്പുരാന്റെ ഭാര്യ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നേത്യാരമ്മ, കുഞ്ഞിക്കുട്ടി നേത്യാരമ്മ. 40 ശക്തൻ തമ്പുരാൻ കാലഘട്ടത്തിൽ നവീകരിച്ച പ്രമുഖ തൃശൂർ ക്ഷേത്രക്കുളം ഏതാണ്? പടിഞ്ഞാറ് ചിറ, വടക്കേ ചിറ. 41 കൊച്ചി രാജ്യത്ത് ആദ്യമായി ഭൂസർവേ നടപ്പിലാക്കാൻ തുടക്കം കുറിച്ച രാജാവ്. ശക്തൻ തമ്പുരാൻ. 42 ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മെക്കാളയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന കൊച്ചി രാജാവ്. ശക്തൻ തമ്പുരാൻ. 43 ശക്തൻ തമ്പുരാൻ ഭരണത്തിലേറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയായിരുന്നു? 39 വയസ്സ്. 44 കൊച്ചിയിലെ വനവിഭവങ്ങൾ വിറ്റ് ഖജനാവിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ച ഭരണാധികാരി ആര്? ശക്തൻ തമ്പുരാൻ. തേക്ക്, ഈട്ടിത്തടികളുടെ വ്യാപാരം. 45 കൊച്ചി രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാൻ കോടതിയെന്ന സങ്കല്പം കൊണ്ടുവന്നത് ആരുടെ ഭരണത്തിലാണ്? ശക്തൻ തമ്പുരാൻ. 46 ശക്തൻ തമ്പുരാന്റെ ഭരണപരിഷ്കാരങ്ങൾ കൊച്ചി രാജ്യത്തെ ഏത് നിലയിലേക്കുയർത്തി? സാമ്പത്തിക ഭദ്രതയും ക്രമസമാധാനവുമുള്ള ഒരു ശക്തമായ നാട്ടുരാജ്യമാക്കി. 47 ശക്തൻ തമ്പുരാൻ നിർമ്മിച്ച തൃശൂരിലെ പുരാതന കോട്ടകൾ ഏതെല്ലാം? തൃശൂർ നഗരത്തിനു ചുറ്റുമുള്ള മൺകോട്ടകളും കിടങ്ങുകളും. 48 ശക്തൻ തമ്പുരാന്റെ മരണശേഷം കൊച്ചിയുടെ ഭരണാധികാരിയായത് ആര്? രാമവർമ്മ പത്താമൻ. വെള്ളാരപ്പള്ളിയിൽ തീപ്പെട്ട തമ്പുരാൻ. 49 ശക്തൻ തമ്പുരാൻ എന്ന നോവൽ, ചരിത്രകൃതി രചിച്ച പ്രമുഖ എഴുത്തുകാരൻ ആര്? പുത്തേഴത്ത് രാമൻ മേനോൻ. 50 കേരള ചരിത്രത്തിൽ ഉരുക്കുമനുഷ്യൻ അല്ലെങ്കിൽ ശക്തനായ ഭരണാധികാരിയായി വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി രാജാവ് ആര്? ശക്തൻ തമ്പുരാൻ. അപ്പോൾ കൂട്ടുകാരെ, കേരള PSC പരീക്ഷകൾക്കായി ശക്തൻ തമ്പുരാനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ പോയിന്റുകൾ നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.